ഹലോ വിനു. മോളെ നിഷ, എന്തിനാ ഇത്രയും സാരി? ടൂറ് 3 ദിവസമല്ലേ ഉള്ളൂ. അതിരിക്കട്ടെ. എന്ത് കാര്യത്തിനാ? ദേ ഫോൺ അടിക്കുന്നു. കോളേജിൽ നിന്നാ. അങ്ങോട്ടല്ലേ പോകുന്നത്? യാത്രയ്ക്ക് നല്ലത് ചുരിദാറാ, അതെടുക്കട്ടെ? ഒന്നും വേണ്ട, അമ്മയൊന്ന് പോയേ. സാരി നേരെ ചൊവ്വേ ഉടുക്കാൻ കൂടി അറിയില്ല നിനക്ക്. ആ വിനു. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല. പെട്ടെന്നാവട്ടെ, ഞാൻ ഷിപ്പ്യാർഡിനടുത്ത് വെയിറ്റ് ചെയ്യാം. ആ ശരി. വീട്ടുകാർക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. പെട്ടെന്ന് ഇറങ്ങ്. ആ അല്ല, നീ ഇറങ്ങായോ? പോട്ടെ, വൈകണ്ട. അച്ഛനോട് പറയാതെയോ? ഉറങ്ങിക്കോട്ടമ്മേ, പാവം. അത് ശരിയാവില്ല. ഇനി 3 ദിവസം കഴിഞ്ഞല്ലേ നീ വരൂ. അതെ, ദേ നിഷ ഇറങ്ങുകയാണെന്ന്. ഇത്ര നേരത്തെയോ? അച്ഛൻ ഇപ്പഴാ നേരം വെളുത്തെ. എണീക്കണ്ട, ഞാൻ ഇറങ്ങാ. അല്ല, നീ ബാഗ് ഒക്കെ എങ്ങനെ പോകും? കവലേന്നൊരു ഓട്ടോ വിളിച്ചോളാം. ഇറങ്ങട്ടെ. തക്ക നേരത്ത് തന്നെ സുനിലെത്തി. അതാണ് മനപ്പൊരുത്തം അല്ലേ നിഷ? സുനില് വരണമെന്നില്ല, ഞാൻ തനിയെ. ഇനി അങ്ങനെ ഒന്നും വിടാനൊക്കത്തില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. അതെ അതെ, ഇനി നിനക്കാ ഉത്തരവാദിത്വം. കേറടോ, ഞാനും ഉണ്ട് കോളേജിലേക്ക്. നിഷ ചെന്നിട്ട് വിളിക്കണം. തനിക്കൊരു സന്തോഷമല്ലല്ലോ, എന്തു പറ്റി? ഏയ് അതല്ല, എന്തോ ഉണ്ട്. ഏയ് അതെ, ഹൈ റേഞ്ചിൽ നല്ലൊരു സ്പോട്ട് നോക്കി വെച്ചോ. കല്യാണം കഴിഞ്ഞ് നമുക്കൊരു കറക്കമാവാം. നിഷ, എന്റെ വാച കൂടി അല്പം ഓവറാ അല്ലേ? ഞാനങ്ങനെ ഒന്നും ഉള്ളിൽ വെക്കില്ല. നിഷ അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. കുട്ടി വലിയ ഇന്റലക്ച്വലാ അല്ലേ?
നമ്മുടെ കല്യാണത്തിന്റെ കാര്യം കേട്ടപ്പോ ബ്രാഞ്ച് മാനേജർ പറഞ്ഞു നിഷ വലിയ കവിതയൊക്കെ എഴുതുന്ന ആളാണെന്ന്. നമുക്കതൊന്നും ഇല്ലാട്ടോ. പിന്നെ കണക്ക് പിള്ളേ ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട്, കവിതയ്ക്ക് കിട്ടാനുള്ള കാശ് കുത്തിന് പിടിച്ച് മേടിക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ എഴുതിയാൽ കൂടുതൽ കാശ് കിട്ടില്ലേ? അറിയില്ല, ഞാനങ്ങനെ അധികം അച്ചടിച്ചിട്ടൊന്നുമില്ല. നമുക്കെതിരൊന്നുമില്ല കേട്ടോ. ഫ്രീ ടൈമിൽ കുറച്ച് എഴുത്തൊക്കെ ആവാം, കാശ് കിട്ടുന്ന കാര്യമല്ലേ. എന്ന് വെച്ചാ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട്. ആ കറക്റ്റ്. അതെ, നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ശകല ഒബ്സഷനുള്ള കൂട്ടത്തിലാണ് ഞാൻ. പിന്നെ അമ്മയുടെ കാര്യം അത് നിഷ തന്നെ നോക്കേണ്ടി വരും. ഹോം നേഴ്സുമാർ ഒത്തിരി വന്ന് പോകുന്നുണ്ട്, ആരും നിൽക്കില്ല. ആർത്തിക്കാരാണെന്നേ. പിന്നെ അമ്മയുടെ മുൻകോപം ഒരു കാരണമാണ്, അത് അസുഖത്തിൻ്റെയാ. ഒക്കെ കേട്ട് പേടിക്കൊന്നും വേണ്ട, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താ വൈകിയോ? ശകല സ്പീഡിൽ പോവാം. ഓ ഷുവർ. Try again after some time. ഹായ്. ഹായ്. ആ മഹേഷേ, നിന്റെ ഹാൻഡിക്യാം എടുത്തോ? ഇല്ല മാം, അത് കേടായിരിക്കേ. ഛേ, ഒന്ന് വിളിച്ച് പറയാറുന്നില്ലേ നിനക്ക്? സിന്ധു, മഹേഷ് കൊണ്ടുവന്നിട്ടില്ലാന്ന്. ഹലോ വിനോദ്. എടാ നിഷ ഇനിയും വന്നില്ലടാ. നീ എവിടെ ഉണ്ട്? ഷിപ്പ് യാർഡിനടുത്തുണ്ട്. 1 മണിക്കൂറായി. നേരെ ഇങ്ങോട്ട് പോര്, അവൾ ഇനി വരില്ല. വരില്ലെന്നോ? നിനക്കെങ്ങനെ അറിയാം? അവളിതാ ഇവിടെ ഉണ്ട്. സുനിൽ സിയോഫ് ചെയ്യാൻ വന്നിട്ടുണ്ട്. രണ്ടും കൂടെ പൊരിഞ്ഞ പഞ്ചാരയാ. സത്യമാണോ നീ പറയുന്നത്? സംശയം ഉണ്ടെങ്കിൽ നീ വന്ന് നോക്ക്. ചതിച്ചില്ല അവള്. എടാ, അത് ചിലപ്പോ നമ്മളെ അകത്തേക്ക് വിളിച്ച് തന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നൂടെ? അയ്യോ, അത് വേണോ? മാമിന് അതൊന്നും ഇഷ്ടമല്ല. ഓ വേണ്ടെങ്കി വേണ്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇന്ന് ഓഫീസിൽ കയറുന്നില്ലേ? കേറണം, ഓഡിറ്റിംഗ് ഉള്ളതാ. സ്വല്പം വൈകിയാലും കുഴപ്പമില്ല, അമ്മായിയപ്പൻ സുപ്പീരിയർ ഓഫീസർ അല്ലേ, പിന്നെന്ത് പേടിക്കാനാ. ഏതായാലും നിഷയെ യാത്രയാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇത് വെച്ചിട്ട് വരാം. ഓക്കെ. അതെ, പെട്ടെന്നിങ്ങി വരണം. ഇനിയൊന്ന് കാണാൻ 3 ദിവസം കഴിയണം. ഇറങ്ങാൻ നേരത്ത് സുനിൽ കയറി വന്നു. എന്താ ചെയ്യാ? ഇനിയൊന്നും ചെയ്യാനല്ല, എല്ലാം മറന്നേക്ക്. മറക്കാനോ? വിനു കാത്തു നിൽക്കുക. മടുക്കുമ്പോ പോയിക്കോളും. നിനക്കങ്ങനെ പറയാം. നിഷ, ഒരപകടത്തിൽ നീ ഈശ്വരനെ രക്ഷിച്ചു എന്ന് കരുതിയാ മതി. നീ എവിടെയും പോണ്ട, അത് കയറ്. ആലോചിക്കാനൊന്നുമില്ല, ഇങ്ങ് തന്നെ. ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തോളാം. പിടിച്ചോ, ഞാനിപ്പോ വരാം. അല്ല, നിക്കണോന്നില്ല. എന്താ പോകാറായോ? ഇല്ല, 2.5 മണിക്കൂറെങ്കിലും വൈകും. അയ്യോ, സുനിൽ പോയിക്കോളൂ. ഛേ കഷ്ടായല്ലോ. ഓഡിറ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ ലീവ് എടുക്കായിരുന്നു. അതിന്റെ ആവശ്യമില്ല, എന്നെ ഇവിടെ എത്തിച്ചല്ലോ,
അത് തന്നെ ധാരാളം. ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. ബൈ. ബൈ. വിളിക്കാൻ മറക്കരുത്. മഹേഷ്, മഹേഷ്, ആ ബാഗ് ഇങ്ങ് തന്നെ. എന്തിനാ? ഞാൻ പോവാ. അപ്പൊ സുനില് പോയി. ദേ സുനില്. ഇത് തരാൻ മറന്നു. എങ്കിൽ പിന്നെ ഞാന് ബൈ. നിഷ, ഇനി സമയം വൈകിട്ടില്ല, ഒഴിവാക്കിക്കൂടെ? സോറി വിനു. ഇറ്റ്സ് ഓൾ റൈറ്റ്. പെട്ടെന്ന് കയറും. എന്റെ വിനു, ഒന്നും പറയണ്ട. ഞാൻ അനുഭവിച്ച ഒരു ടെൻഷൻ. സാരമില്ല, നീ ഇങ്ങെത്തിയല്ലോ. വരില്ലെന്നാ ഞാൻ കരുതിയത്. ലാസ്റ്റ് മൊമെന്റ് വരെ ഒക്കെ തൊലഞ്ഞു എന്ന് ഞാൻ കരുതിയതാ. പക്ഷെ കൃഷ്ണൻകുട്ടി ശരിക്കും തുണച്ചു. അതാരാ? നമ്മുടെ ഭഗവാനെ, ശ്രീകൃഷ്ണൻ. ഓ, ഒളിച്ചോട്ടും രാസലീലയും പുള്ളിയുടെ വകുപ്പാണല്ലോ. വിനോദിനെയും രാഹുലിനെയും കണ്ടില്ലല്ലോ. വിനോദ് ഇന്നലെ വിളിച്ചിരുന്നു. വൈറൽ ഫീവറാ. രാഹുലിന് ദുബായ് ട്രിപ്പ്. നിഷ വന്നിട്ട് പോയോ? ഞാൻ കണ്ടതാണല്ലോ. നിഷയെ അവളുടെ ഫിയാൻസി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതെന്താ? അത് അയാൾക്ക് ഇഷ്ടമല്ലാത്രേ. എന്നിട്ട് ആ കുട്ടി പറയാതെ പോയതെന്താ? അതിപ്പോ നിർബന്ധിച്ചാ പിന്നെ ഒന്നിച്ച് ജീവിക്കേണ്ടി വരില്ല മാം. കല്യാണം കഴിക്കാൻ ജീവിതം പാഴാക്കണോ? കഷ്ടം. ഫോൺ എടുക്കാൻ അവൾ മറന്നതായിരിക്കും ഭാനു. ഇത് വാങ്ങിച്ചിട്ട് ഇതുവരെ അവള് മറന്നിട്ടില്ല.
പഠിക്കുന്ന പുസ്തകം മറന്നാലും ഫോൺ മറക്കില്ല. 3 ദിവസം മാറി നിൽക്കുകയല്ലേ. ഈ നേരത്താ പെൺകുട്ടികൾക്ക് ഫോൺ ആവശ്യം. ഇതിപ്പോ മനഃപൂർവ്വം മറന്നതാ. മനഃപൂർവ്വോ? അതെ, നമ്മൾ വിളിക്കാതിരിക്കാൻ. എന്റെ പരാതിപ്പെട്ടി ചുമ്മാ പരദൂഷണം പറയാതെ. നിങ്ങൾക്കെല്ലാം തമാശയാ. കണ്ടോ എന്തൊക്കെയാ വരാൻ പോണേന്ന്. ഒരു ഫോൺ മറന്നതിന് ഇത്രയും ടെൻഷന്റെ ആവശ്യമില്ല. ഫോൺ മറന്നത് മാത്രമല്ല, ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞ സാരി മുഴുവൻ അലമാരി നമ്മൾ എടുത്തോണ്ട് പോയി. ഇങ്ങനെയുള്ള യാത്രയ്ക്ക് സാരി പറ്റില്ലെന്ന് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ട്. എന്ത് ചുറ്റിക്കളിന്ന് അമ്മ പറയുന്നേ? നീ വാ ഇടയ്ക്ക്. ഭാനു, ടെൻഷൻ ആവണ്ട. നീ ആ മഹേഷിനെ വിളിച്ച വിശേഷങ്ങൾ അറിയേ. അതെ, അത്രേ കാര്യമുള്ളൂ. വിളിച്ചോളൂന്നേ. നമ്പര് അത് ഈ ഫോണിൽ കാണും. ഹലോ നിഷ, എവിടെയാ നിങ്ങൾ തങ്ങുന്നത്? അതെന്താ മഹേഷ് അങ്ങനെ പറഞ്ഞേ? ഇതാരാ? നിഷയുടെ അമ്മ. അവളില്ലേ നിങ്ങളുടെ കൂടെ? ഉണ്ടാമേ. അവൾക്കൊന്ന് കൊടുത്തേ. അതിപ്പോ നിഷ ഈ ബാച്ചിലില്ല ആന്റി. അതിനിപ്പോ ഒത്തിരി ബാച്ചുകളുണ്ടോ? ആകെ കുറച്ചു കുട്ടികളല്ലേ ഉള്ളൂ. അതെ, പക്ഷേ ഈ പെൺകുട്ടികളൊക്കെ വേറൊരു ബാച്ചായിട്ട് തിരിഞ്ഞു. ഇതിലിപ്പോ ഞങ്ങള് ആൺപിള്ളേര് മാത്രമേ ഉള്ളൂ. ഓ, അത് ശരി. അവൾ അതൊന്നും പറഞ്ഞില്ലായിരുന്നു. അതൊന്നും നേരത്തെ തീരുമാനിച്ചല്ല ആന്റി. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമല്ലോ. നിഷയോട് ഞാൻ പറയാം, അവളെ ആന്റി വിളിച്ചോളൂ. ശരി. എന്ത് ഭംഗിയല്ലേ. ഈ അസ്തമയത്തിന് മുടിഞ്ഞ സൗന്ദര്യ. മരിക്കാൻ പറ്റിയ സമയം. മരിക്കാനോ? എല്ലാം കളഞ്ഞു വന്നത് കൂടെ ജീവിക്കാനാ. ഞാൻ ചുമ്മാ ഡയലോഗ് അടിച്ചതാ. ഇയാള് സീരിയസ് ആക്കല്ലേ? നമുക്ക് മണ്ണും വീടും ഒന്നും വേണ്ട. ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം അവസാനം വരെ. ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കിയിരുന്ന് ദിവസങ്ങൾ പോകുന്നതറിയാതെ. അല്ല, എന്നും ഇങ്ങനെ ഹൗസ് ബോട്ടിൽ കഴിയാന്നാണോ? ഇതിൽ തന്നെ ആവണമെന്നില്ല. പക്ഷെ ഈ യാത്ര ഇങ്ങനെ തുടരും. ഒരിടത്ത് സ്ഥിരമാക്കില്ല. കുടുംബത്തിന്റെ കൺവെൻഷൻസ് ഒക്കെ തെറ്റിച്ച് അലയണം, ജിപ്സികളെ പോലെ. നാശം. മഹേഷ, കാട്ടുറുമ്പ് അവനെ കൊണ്ട് തോറ്റു. അരുതരുത്, എനിക്ക് സംസാരിക്കണം. മഹേഷേ. അമ്മ അവനെ വിളിച്ചു അല്ലേ? വിളിക്ക്. അമ്മയോ? ഇല്ല, എനിക്ക് വയ്യ. വിളിക്ക് നിഷ, അല്ലെങ്കിൽ അപകട. അമ്മ ഇനി മറ്റാരുടെയെങ്കിലും ഫോണിൽ വിളിക്കും. അതോടെ എല്ലാം പൊളിയും. പൊളിയട്ടെ, എന്നായാലും അത് സംഭവിക്കണമല്ലോ. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത് പ്രശ്നമാവേ. വിളിച്ചിട്ട് എന്ത് പറയാനാ? ചതിച്ചിട്ട് പോന്നതല്ലേ. എന്ത് ചതി? നീ പ്രായപൂർത്തിയായ പെണ്ണ. നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. അതെ, നല്ല രീതിയിൽ എവിടെങ്കിലും സെറ്റിൽ ചെയ്തിട്ട് വിളിക്കാന്ന ഞാൻ. അയ്യോ, ഇത് അത്രയും നീട്ടാൻ ഒക്കില്ല. നിഷ, വിളിക്ക് പ്ലീസ്. ഏയ് പ്ലീസ് നിഷ, വിളിക്കേ. നിനക്ക് ഇങ്ങോട്ട് അടുത്തിരുന്നൂടെ? അത് നിശേച്ചിയുടെ കസേരയല്ലേ? അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ. ഇല്ലെങ്കിലും നമ്മൾ മറക്കാൻ പാടില്ല അല്ലേ അച്ഛാ? അച്ഛന്റെ ഏറ്റവും അടുത്ത ആളല്ലേ നിശേച്ചി. ആ സ്ഥലം എന്തായാലും എനിക്ക് വേണ്ട. ആ, എടുക്ക. ഹലോ അമ്മേ, ഞാനാ. നല്ലയാളാ. നീ ഫോൺ പോലും എടുക്കാതെ പോയി കളഞ്ഞല്ലോ. ദേ, നീ അവളെ വഴക്ക് പറയണ്ട. അച്ഛൻ പറയാ നിന്നെ വഴക്കു പറയണ്ടെന്ന്. പക്ഷേ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. ഞങ്ങളുടെ ഉള്ളിൽ തീയായിരുന്നു. സോറി അമ്മേ. അത് പോട്ടെ, ദിവസം 2 നേരം വിളിക്കണം.
ഇല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ നമ്പരിതാ, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം. ഞാൻ വിളിച്ചോളാം. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? മല കയറിയോ? നിഷ, യാത്ര നല്ലതാ. നിനക്ക് വല്ലായിക വല്ലതും ഉണ്ടോ കുട്ടി? ഇല്ലമ്മേ. നീ ആ ഫോണിൽ തന്നെ. മോളെ, നിനക്ക് സുഖമല്ലേടി? കുഴപ്പമൊന്നുമില്ല അച്ഛാ. എവിടെയാ നിങ്ങൾ രാത്രി തങ്ങുന്നേ? അതൊരു ഡോർമെട്രിയാ. ശരിക്കറിയില്ല. അച്ഛാ ഫോണിൽ തന്നെ എനിക്ക് രണ്ടുമൊക്കെ സംസാരിക്കാനുണ്ട്. ദേ, ഞാൻ നീതുവിന് കൊടുക്കാം. ഹലോ നിഷേച്ചി, ഹലോ ഹലോ. കട്ട് ചെയ്തു. എനിക്ക് മാത്രമൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. സാരമില്ല, അവള് വിളിച്ചോളും. എന്നാലും കഷ്ടമായി പോയി. രാവിലെ നമുക്ക് മഹേഷിന്റെ ഫോണിൽ വിളിക്കാം. മോള് സമാധാനിക്കേ. ഞാൻ വലിക്കില്ല. കുറച്ച് ദിവസത്തേക്ക് ഞാനും നിർത്തിയിരിക്കുക, പുതുപ്പെണ്ണിനെ വെറുപ്പിക്കണ്ടെന്ന് കരുതിയിട്ടേ. ആ ദേ, പേരെന്താന്ന് പറഞ്ഞേ? അമ്പി. ആ അമ്പി. കണ്ടാൽ അറിയാം നല്ലപോലെ അടിക്കുമെന്ന്. കുറച്ചുണ്ടാവോ സാധനം? ഏയ്, ഇവിടെ കിട്ടില്ലേ? ഏയ് ഇല്ല. ഏയ് അമ്പി പോകല്ലെന്ന്. ഫുഡ് എടുത്തിട്ട് വരാം. ഓ കാര്യം എന്താ? മീനു നിർബന്ധിച്ചിട്ടാ ഞാൻ അമ്മയെ വിളിച്ചത്. എനിക്കിത് സഹിക്കാൻ വയ്യ. നിനക്കെന്താ ഭ്രാന്തായോ? ഒന്ന് ഫോൺ ചെയ്തൊന്ന് വെച്ച് എന്ത് വരാനാ? വെറുതെ ഡ്രാമ ഉണ്ടാക്കരുത്. എന്താ പറഞ്ഞേ? ഡ്രാമയോ? എന്റെ ലൈഫാ ഇത്. ഇന്നലെ വരെ സ്നേഹിച്ചിരുന്നവരെ എല്ലാം ചതിച്ചിട്ടാ ഇറങ്ങി പോകുന്നത്. ഐ എം സോറി നിഷ. ഒരു നിമിഷം എനിക്ക് നിന്റെ ഉള്ളിൽ കാണാൻ പറ്റിയില്ല. ക്ഷമിക്കേ. നീ വലിയ സാക്രിഫൈസ് ആണ് ചെയ്തത്, എനിക്കറിയാം. പക്ഷെ എന്തിനാ? നമ്മുടെ മാത്രമായ ഒരു ജീവിതം ഉണ്ടാവാൻ. സോറി, നീ ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിഷ പറയ്, എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്യേണ്ടത്? ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്ത് തന്നെ സംഭവിച്ചാലും ഞാനുണ്ടാവും നിന്റെ കൂടെ. സത്യം. എൻ്റെ ജീവിതത്തെക്കാളും വലുതാണ് നീ. വിനു, നിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? ഈ തുറന്ന മനസ്സ്. കീഴടങ്ങാൻ ഒരു മടിയില്ല നിനക്ക്. അതാണ് സ്നേഹം. നീ എന്തുകൊണ്ട് എങ്ങനെയായത്?
അത് അയാളായിരിക്കും. ഫുഡ് റെഡിയാണ്. പിന്നെ മതി. തണുത്തു പോവും, ഞാൻ എടുത്തു വെച്ചിരിക്കാം. ആരോട് ചോദിച്ചിട്ടാ? നമുക്ക് കഴിക്കാന്നേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ വിളമ്പിക്കോളാം. അമ്പിക്ക് പ്ലേറ്റ് ഇല്ലല്ലോ. എനിക്ക് വേണ്ട, ഞാൻ ജെട്ടിന്ന് കഴിച്ചോളാം. അല്ല, ഉള്ളത് കൊണ്ട് നമുക്ക്. അയാൾക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ ബീഫ് കുറച്ചുകൂടെ ഇട്. റെഡ് മീറ്റ് അധികം കഴിക്കണ്ട, നന്നല്ല. ഓ, ഒരു ഡോക്ടർ വന്നിരിക്കുന്നു. നീ എന്താ നോൺ കഴിക്കില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്ന്. ഓ, വീട്ടിലാരൊക്കെയുണ്ട്? വീടില്ല, തനിച്ച. എന്നാലും ആരെങ്കിലും ഇല്ലാതിരിക്കുവോ? അങ്ങനെയുള്ളവരുണ്ട്. ഫാമിലി ഇഷ്ടമില്ലെന്നിട്ടാണോ? ഹേയ്, ആരെങ്കിലും ഉള്ളതല്ലേ നല്ലത്. ഒരു കല്യാണം കഴിച്ചൂടെ? എന്താ നീ ബ്രോക്കർ പണി തുടങ്ങിയോ? ഓ, ഈ വിനോദ്. ആ, അമ്മയ്ക്ക് എന്തെങ്കിലും ജോലിയുണ്ട് നോക്കിക്കോ, വെറുതെ നേരം കളയണ്ട. അയാൾ ഇവിടെ നിൽക്കില്ലായിരുന്നോ? നീ കുറച്ച് ചിക്കൻ കേട്ടെ. അയ്യേ, യുദ്ധക്കളം പോലെ ഉണ്ട്, അത് തീർക്ക്. നീ ഇടുന്നുണ്ടോ? പെട്ടെന്ന് വിനോദ് ഭർത്താവായല്ലോ, എന്തൊരു അധികാരമാ. ഓ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ തലേ കയറും. കുറച്ച് വെള്ളം താ. ഹേ, എന്താ ഇത്ര തിരക്ക്? ശരിയായോ? ഹലോ മഹേഷ്, ഞാൻ സുനിലാണ്, നിഷയുടെ ഫിയാൻസി. ഹലോ. അമ്മയാണ് മഹേഷിന്റെ നമ്പർ തന്നത്. നിഷ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അയ്യോ, ഇല്ലല്ലോ. അവള് പെൺകുട്ടികളുടെ ബ്ലോക്കിലാ. ഓ, ഇറ്റ്സ് ഓക്കെ. ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. ശല്യമായോ? ഏയ്, കാണുമ്പോ നിഷയോട് പറഞ്ഞേക്ക്. ഷുവർ. ഗുഡ് നൈറ്റ്. സാറേ, എന്നാ ഞാനങ്ങോട്ട്. അമ്പി എവിടേക്കാ? ജെട്ടിയില്, അവിടെ കിടപ്പ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനവിടെ ഉണ്ടാവും. എന്താവശ്യം? വിളിക്കില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തൊരു ഇരുട്ടാ, നമ്മുടെ ഭാവി പോലെ. ഛേ, അങ്ങനെ പറയാതെ. എല്ലാത്തിലും നന്മ കാണണം. മനസ്സിൽ തട്ടിയാണോ ഇതൊക്കെ പറയുന്നേ? പിന്നെ വാ, നമുക്ക് മുറിയിലേക്ക് പോ. കുറച്ചിവിടെ നിൽക്കാം, നല്ല രസം. ഓ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഒരാഴ്ച മുമ്പ് പോലും തോന്നിയിരുന്നില്ല. ഏയ്,
റിഗ്രറ്റ്സ് വേണ്ട. തൊട്ടടുത്ത നിമിഷം എന്താ ഉണ്ടാവുക എന്ന് ആർക്കറിയാം? വാ. ഏയ് പ്ലീസ് ഡാ, വാ. ഉണ്ണാനും ഉടുക്കാനും എല്ലാം തരുന്നത് അച്ഛൻ തന്നെയാ, സമ്മതിച്ചു. പക്ഷെ ഞാൻ ജീവിക്കുന്നതും അച്ഛന്റെ ജീവിതമാ. ഇന്നേ വരെ ഒരു കാര്യത്തിലും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. അച്ഛൻ ഇഷ്ടമുള്ള ഡ്രസ്സാ ഞാൻ അണിഞ്ഞത്, പഠിച്ചത് അച്ഛൻ പറഞ്ഞ കോഴ്സിന്. ഒടുക്കം അച്ഛന്റെ കീഴുദ്യോഗസ്ഥൻ എന്നെ താലി കെട്ടാനും പോവാ. നീ തന്നെ പറ, ഇതാരുടെ ജീവിതാ? നമ്മുടെ നാട്ടിലെ എല്ലാ പെൺകുട്ടികളുടെയും ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നിട്ട് അവരൊക്കെ ഒളിച്ചോടി പോവാറില്ല. ഇല്ല, മരണം വരെ അടിമയെ പോലെ കഴിയും. എനിക്കത് വയ്യ. ഇനിയുള്ള ജീവിതം എന്റേതായിരിക്കണം, നിർബന്ധമാ. ഓക്കെ. ഈ വിനോദ് നിനക്കൊരു ജീവിതം തരും തോന്നുന്നുണ്ടോ? എന്നെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും അവന് കഴിയുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമല്ലേ? പക്ഷേ അതുമാത്രം പോരല്ലോ. ഹൗസ് ബോട്ടിൽ ഒരു രാത്രി കൊണ്ട് ഈ ലൈഫ് തീരില്ലാന്ന് ഓർക്കണം. മഹേഷേ, ഞാൻ പിന്നെ വിളിക്കാം. കിടക്കയിൽ കണ്ടില്ല, അതാ. അല്ല, വിനോദ് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു. അത് ഞാൻ നുണ പറയണ്ട. നിനക്കെന്നെ സംശയമുണ്ട്, അതല്ലേ സത്യം? അതേടി, എനിക്ക് നിന്നെ സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉറങ്ങുന്ന നേരത്ത് നീ ഈ കള്ളത്തരം കാണിച്ചെന്തിനാ? കള്ളത്തരോ? മഹേഷുമായിട്ടാ ഞാൻ സംസാരിച്ചത്. അവൻ നിന്റെ ആരാ? കാമുകനോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്ഭുതമല്ലേടി. നീ എന്താ പറഞ്ഞത്? നീ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയത്? അല്ലടി, നീ വലിയ ശീലാവതി. വർത്താനത്തിൽ ഒരു കുറവുമില്ല. ഒടുക്കം വരുമ്പോ എല്ലാ പെണ്ണും ഒന്ന് തന്നെയാ. ആരായാലും മതി, സുനിലോ മഹേഷോ വിനോദോ, ഏതെങ്കിലും ഒരുത്തന്റെ പെടലേക്ക് തൂങ്ങണം. അതിനപ്പുറം ഒന്നുമില്ല. വിനു, എന്നോട് അങ്ങനെയൊന്നും പറയരുത്. വീട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു കല്യാണം ഉറപ്പിച്ചു വെച്ച നേരത്താ നിന്റെ വാക്കും കേട്ട് ഞാൻ ഇറങ്ങി വന്നത്. എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാ ഞാൻ. നീയും കൂടെ എന്നെ തഴഞ്ഞ. നിനക്കറിയില്ലേ, മഹേഷ് ബ്രദറിനെ പോലെ എനിക്ക്. സുനിലുമായി ഒരടുപ്പം ഉണ്ടായിട്ടില്ല. നീ മാത്രം എന്നെ മനസ്സിലാക്കുന്നെന്നാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ
നേരത്തെ എണീറ്റോ? അമ്പയൊന്നോ? ഒരു ചായ കിട്ടുമോ നോക്കിയിട്ട് വരാം. വിനോദ്, ഇരിക്ക. ഇന്നലത്തെ ചൊരുക്ക് വിട്ടിട്ടില്ലാന്ന് തോന്നുന്നു. പറയ്, എന്താ വേണ്ടത്? ഇനി എന്താ ചെയ്യാൻ പോണത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കഴിയുന്നത്ര റിലാക്സ്ഡ് ആയിരിക്കുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക, മടങ്ങി പോവുക. മടങ്ങി പോവാനോ? പിന്നല്ലാതെ ഇവിടെ സ്ഥിരം താമസിക്കാൻ നോക്കൂ. വിനുവിന്റെ വാക്ക് കേട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ ഞാൻ. അല്ല, നിഷ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ലേ? കല്യാണം കഴിച്ച് ഒന്നിച്ച് ഒരിടത്ത്. തീർച്ചയായും കല്യാണം കഴിക്കും, നല്ലൊരു വീട്ടിൽ നന്നായിട്ട് തന്നെ ജീവിക്കും. പക്ഷേ പെട്ടെന്ന് എനിക്കൊരല്പം സമയം വേണം. സമയമോ? എനിക്ക് മനസ്സിലായില്ല. അതെ, നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഇൻകം വേണ്ടേ? അല്ലാതെ എങ്ങനെയാ? ഈ സെക്കൻഡിൽ നിന്നെ സ്വന്താക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ വല്ലാത്തൊരു ചുറ്റുപാടിലാണ് ഞാൻ. പപ്പയും മമ്മിയും ഡിവോഴ്സിന്റെ വക്കിലാ. ആൻഡ് മമ്മി സ്ലൈറ്റ്ലി അബ്നോർമൽ. പെട്ടെന്ന് എടുത്തു ചാടിയ സിസ്റ്റേഴ്സിന്റെ ലൈഫ് ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോഴും പഠിച്ചോണ്ടിരിക്കല്ലേ. ഇതിനു മുമ്പ് ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്തിന്? നിന്നെ കൂടി വിഷമിപ്പിക്കാനോ? നിഷ, അതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് കല്യാണം കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാം. പക്ഷേ എനിക്കിത്തിരി സമയം വേണം. ബാബാ, എല്ലാരും വേഗം ഇറങ്ങ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഫാസ്റ്റ് ഫാസ്റ്റ്, എല്ലാരും ഇറങ്ങിയോ? രാത്രി എന്തൊരു മഴയായിരുന്നു. തുള്ളിക്കൊരു കുടം. ഇന്ന് തൂരുന്ന് ഞാൻ കരുതിയതേയില്ല. അടുത്ത മഴയ്ക്ക് മുമ്പ് ടോപ്പിലെത്തണം. ആ, നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക്. ഇന്ന് അവിടെയാ ബ്രേക്ക്ഫാസ്റ്റ്. ആ, കേറ്, വേഗം കേറ്.
നിഷ വേഗം വാ. കൂനൻപാറയിൽ ഉരുൾപൊട്ടൽ മൂലം വൻ ദുരന്തം. 70 കുടുംബങ്ങൾ ഭവനരഹിതരായി കണക്കാക്കപ്പെടുന്നു. ആളപായത്തെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതിനാൽ രക്ഷാപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ഇതുവരെ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ടില്ല. ഇതിനിടെ ഇവിടേക്ക് പഠന വിനോദയാത്രയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന ഒരു ബസ്സിലെ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെട്ടുവെന്ന് സംശയിക്കുന്നു. തൃശൂർ സെന്റ് അലോഷ്യസ് ബിസിനസ് സ്കൂളിലെ 22 പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളും 2 അധ്യാപകരും 2 ബസ് ജീവനക്കാരും ബസ്സിലുണ്ടായിരുന്നതായി വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും അറിയുന്നു. രാവിലെ 7 മണിയോടെ താഴ്വാരത്തു നിന്ന് പുറപ്പെട്ട ബസ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടയിൽ കാണാതാവുകയായിരുന്നു. ബസിന്റെ യാത്രാമധ്യേ 17-ാം ഹെയർപിൻ വളവിലാണ് ദുരന്തം സംഭവിച്ചതെന്ന് സ്ഥലത്തെ പ്രാദേശിക ചാനലിലെ പ്രതിനിധി അരുൺകുമാർ ഫോണിൽ അറിയിക്കുകയായിരുന്നു. വാർത്ത നമ്മുടെ വീട്ടുകാരറിയും. നമ്മളും അതിലുണ്ടെന്ന് അവർ കരുതും. റൂറൽ എസ്പിയുടെയും നേതൃത്വത്തിൽ സംഘം പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും റോഡ് പൂർണ്ണമായും സ്ഥലത്ത് എത്തിച്ചേരാനായിട്ടില്ല. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അരുൺകുമാർ, അപകട സ്ഥലത്തേക്ക് കൂടുതൽ സന്നാഹങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അമ്പിയെ വിളിക്കാം. അതുടനെ സാധ്യമല്ല എന്നാണ് സാഹചര്യങ്ങൾ വ്യക്തമാകുന്നത്. കൂനമ്പാറ ഗ്രാമമാകെ ഇപ്പോൾ പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപകട സ്ഥലത്തിന് തൊട്ടു മുകളിലും താഴെയും 4-5 സ്ഥലങ്ങളിലെങ്കിലും റോഡ് ഒലിച്ചുപോയതായി സമീപവാസികൾ അറിയിച്ചിട്ടുണ്ട്. അപകട സ്ഥലത്ത് കാണാതായ ബസിന്റെ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിക്കാവുന്ന ചില ഭാഗങ്ങൾ ദൃശ്യമാണ്. പക്ഷേ അപകടത്തിന്റെ വ്യാപ്തിയെപ്പറ്റിയോ സ്വഭാവത്തെപ്പറ്റിയോ വ്യക്തമായ വിവരങ്ങൾ നൽകാറായിട്ടില്ല. അപകടം സംഭവിച്ച ബസ്സിൽ ചുരുങ്ങിയത് 20 വിദ്യാർത്ഥികളെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. അമ്പി, അമ്പി, എന്താ? ഞങ്ങൾക്ക് ഉടനെ പോണം. ഒരു ജീപ്പ് കിട്ടുമോ നോക്കണം. എന്താ കാര്യം? കാര്യമുണ്ട്, വേഗം വിളിച്ചിട്ട് വാ. എന്റെ കാർ ഇവിടെ കിടക്കട്ടെ. നിന്റെ ബാഗും ഞാൻ അതിൽ വെച്ചേക്കാം. സർ, ഞാനെടുക്കാം. വേണ്ട, ഞാനിതെന്റെ വണ്ടിയിൽ വെച്ചിട്ട് വരാം. ജീപ്പിന്റെ കാര്യം? ജീപ്പ് പുറത്തുണ്ട് സർ, എപ്പോഴും കിട്ടും. ആ, എന്താ, ഇറങ്ങാൻ തോന്നുന്നില്ലേ? ഒരു കാര്യം പറഞ്ഞോട്ടെ. ചെറിയ തീരുമാനങ്ങൾ ചിലപ്പോൾ വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. മരിക്കുന്നവരെ കരയേണ്ടിയും വരും. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. കുട്ടിയെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. നിഷ, വേഗം വാ. ചെല്ല്.
അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അരുൺകുമാർ, അപകട സ്ഥലത്തേക്ക് കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? മായ, കൂനമ്പാറ ഗ്രാമമാകെ ഇപ്പോൾ പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപകട സ്ഥലത്തിന് തൊട്ട് മുകളിലും താഴെയും 4-5 സ്ഥലങ്ങളിലെങ്കിലും റോഡ് ഒലിച്ചുപോയതായി സമീപവാസികൾ അറിയിച്ചിട്ടുണ്ട്. അപകട സ്ഥലത്ത് കാണാതായ ബസിന്റെ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിക്കാവുന്ന ചില ഭാഗങ്ങൾ ദൃശ്യമാണ്. പക്ഷേ അപകടത്തിന്റെ വ്യാപ്തിയെ പറ്റിയോ സ്വഭാവത്തെ പറ്റിയോ വ്യക്തമായ വിവരങ്ങൾ നൽകാറായിട്ടില്ല. അപകടം സംഭവിച്ച ബസ്സിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചനകൾ. നിശ, ചേച്ചിക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ടെലിഫോൺ ലൈനിൽ തുടരുക. ഞാൻ വീണ്ടും രക്ഷാപ്രവർത്തനങ്ങൾ നമുക്ക് അന്വേഷിക്കാം. സ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര വകുപ്പ്. വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല. ലൈൻ എല്ലാം ഫോൾട്ടാ. ഇങ്ങനെ ആദ്യ പിടിക്കാതെ ഞാൻ അവിടെ ചെന്ന് അന്വേഷിക്കാം. ചിലപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്നും വരും. റൂറൽ എസ്പിയുടെയും നേതൃത്വത്തിൽ സംഘം നീതു, അച്ഛന്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്ക്. എത്തിച്ചേരാനായിട്ടില്ല. അല്ലാതെ പിന്നെ അച്ഛൻ വരണ്ട. പിന്നെ കണക്കാക്കപ്പെടുന്നു. അത് ശരിയാവില്ല. ഈ അവസ്ഥയില് യാത്ര പറ്റില്ല. പിന്നെ സമയത്ത് എത്തിച്ചേരാൻ എനിക്കും പറ്റാതാവും. നിങ്ങളും കൂടി പോയാ പിന്നെ ഉള്ള സമാധാനം കൂടി ഇല്ലാതാകും. പഠന വിനോദയാത്രയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന ഒരു പോണില്ല. യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ സമാധാനിച്ച് ഇവിടെ ഇരിക്കാം. എന്ന് സംശയിക്കുന്നു. തൃശൂർ സെന്റ് അലോഷ്യസ് ബിസിനസ് സ്കൂളിലെ 22 സുനിലേട്ടൻ പോയിക്കോളും. നേരം കളയണ്ട. കാണാതാവുകയായി. താഴെ പോയ ബസ്സിലെ ആരെങ്കിലും? അറിയില്ല, അതിന്റെ അടുത്തേക്ക് പോലും ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. ആരും രക്ഷപ്പെടാനൊന്നും വഴിയില്ല. അത്രയ്ക്കും ആഴത്തിലേക്കല്ലേ പോയിരിക്കുന്നത്. ആ, നിങ്ങളാരാ? ആ ബസ്സിലുണ്ടായിരുന്നവരാ. ആക്സിഡന്റ് പെട്ട ബസ്സിലോ? അതെ. നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടത്? എങ്ങനെ രക്ഷപ്പെട്ടെന്ന്? അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചു. ആലുവ സ്വദേശികളായ വിനോദും നിഷയുമാണ് രക്ഷപ്പെട്ടത്. ഇതിനിടെ അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതായി സ്ഥലത്തെ പ്രാദേശിക ചാനലിന്റെ പ്രതിനിധി അരുൺകുമാർ പറയുന്നു.
ആലുവ സ്വദേശികളായ വിനോദ്, നിഷ എന്നിവരാണ് അപകടത്തെ അതിജീവിച്ചത്. വിവരങ്ങൾ നൽകാൻ ഒരിക്കൽ കൂടി അരുൺകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. അവൻ ആകെ ടെൻഷനിലായിരിക്കും. പെട്ടെന്ന് കൊണ്ടുവരാൻ പറ. എന്ന് വിശേഷിപ്പിക്കുന്ന അത്ഭുതം തന്നെയാണത്. സത്യത്തിൽ ഞങ്ങളെ രക്ഷിച്ചത് നിഷയുടെ കാണാതായ ആഭരണങ്ങളും മാലയുമാ. ആ കുട്ടിയുടെ കല്യാണത്തിനിടേണ്ട മാലയാ. അത് കളഞ്ഞു പോയപ്പോ നിഷയാകെ ടെൻഷനിലായി. ടോപ്പിലേക്ക് പോകുന്നതിനിടയിലെ വിവരം അറിഞ്ഞത്. ഭാഗ്യത്തിനൊരു ലിഫ്റ്റ് കിട്ടി. നിഷയോടൊപ്പം ഞാനും കൂടി പോകണമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു. രാവിലെ തന്നെ ഞങ്ങൾക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ജീപ്പ് വരെ പ്രൊഫസർ ഏർപ്പാടാക്കിയിരുന്നു. ഒത്തിരി സ്വപ്നങ്ങളുമായി യാത്ര തിരിച്ച യുവതി യുവാക്കളാണ് ഈ താഴ്വരയിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടന്ന് പിടയുന്നത്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കിനിയും അറിയില്ല. ഉരുൾപൊട്ടലിൽ റോഡുകൾ തകർന്നത് കാരണം അപകടം നടന്ന് ഇത്രയധികം നേരമായിട്ടും റെസ്ക്യൂ ഓപ്പറേഷൻ ഒന്നും തന്നെ നടന്നിട്ടില്ല. വൻ ദുരന്തത്തിൽ നിന്നും തലനാരിയേക്ക് രക്ഷപ്പെട്ട ആലുവ സ്വദേശി നിഷ നമ്മളോടൊപ്പം ഉണ്ട്. നിഷ, പറയൂ, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? പറയൂ. തൽക്കാലം അവളെ ശല്യപ്പെടുത്തരുത്. പാവം, സമനിലയാകെ തെറ്റിയിരിക്കുക. മിസ്റ്റർ വിനോദ്, എവിടെ വെച്ചാണ് നിങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി ആഭരണങ്ങൾ അന്വേഷിച്ചു പോയത്? സ്ഥലം എനിക്കറിയില്ല. കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ആഭരണങ്ങൾ തിരിച്ചു കിട്ടിയോ? ഇല്ല. എപ്പോഴാണ് ദുരന്ത വാർത്ത നിങ്ങൾ അറിഞ്ഞത്? പ്ലീസ്, ഞാൻ നിഷയൊന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, അവൾ ആകെ തകർന്നിരിക്കുക. ഷുവർ, പ്ലീസ്. താങ്ക് യു. മൈ ഗോഡ്, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? നീയാകെ വല്ലാതിരിക്കുന്നു. ഹലോ, ഹായ്, സുനിലല്ലേ? ഐ എം വിനോദ്. ഓ, വിനോദ്, മനസ്സിലായി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട. കണ്ടത് നന്നായി. എങ്ങനെയാ വിനോദ് നിങ്ങൾ രക്ഷപ്പെട്ടത്? അതിപ്പോ എന്താ പറയാ, സത്യം പറയാം, വെറും ഭാഗ്യം. നിഷ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. നിഷയുടെ ഓർണമെന്റ്സ് തപ്പി ഇറങ്ങിയതാ. ഈശ്വരാധീനം, അല്ലാതെന്ത് പറയാൻ. നിഷ എങ്ങോട്ടേക്കാ? തകർന്നിരിക്കുക. കൂടെ വന്നവരെല്ലാം പോയില്ലേ? അവളെയും കൂട്ടി പെട്ടെന്ന് പോയിക്കോളൂ. ഇവിടെ അധികം നിർത്തണ്ട. ഷുവർ. വിനോദം പോന്നോളൂ. വേണ്ട, എനിക്ക് വരാനൊക്കില്ല. അവിടെ ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പോയിക്കോ, എത്രയും പെട്ടെന്ന്. ഓക്കെ. എനിവേ, താങ്ക് യു വിനോദ്. ബൈ.
കരല്ല. യു വിൽ ബി ഓൾ റൈറ്റ്. കയറിക്കോളൂ. നിഷ, എനിക്കറിയാം നീ ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന്. എന്നാലും ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. പറ, എങ്ങനെയാ ശരിക്കും രക്ഷപ്പെട്ടത്? ബസ്സിലെ എല്ലാവരും പോയി. എനിക്ക് വേണ്ടി ഈശ്വരൻ നിന്നെ മാത്രം കാത്തുവച്ചു. ഇറ്റ്സ് എ മിറാക്കിൾ. പറയ, എങ്ങനെയാ അത് സംഭവിച്ചത്? ആ ബസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ആ, എന്തോ ഓർണമെന്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ വിനോദ്. പച്ച നുണ. ഞാനും വിനോദും ആ ബസ്സിലേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ഹൗസ് ബോട്ടിലായിരുന്നു രാത്രി മുഴുവൻ ഒന്നിച്ച്.